നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാന് ഗുണ്ടകളുടെ വക്കാലത്തിന് പോയതായിരുന്നു കെ സുധാകരൻ. ഗുണ്ടകളുമായി ചിരിച്ചു മറിഞ്ഞിരിക്കുന്നത് കണ്ടാലേ അറിയാം ഉറ്റ ചങ്ങാതികളാണ് എന്നുള്ളത്. ഒരു ഹോട്ടലിൽ വിളിച്ചിരുത്തി ഗുണ്ടകളുമായി വലിയ യോഗവും ചർച്ചയും ഒക്കെയാണ് നടന്നത്. എന്തായിരുന്നു ചർച്ച? ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ വേട്ടയ്ക്ക് സർക്കാരിനോടൊപ്പം ഗുണ്ടകൾ നിൽക്കണമെന്നായിരിക്കും കെ സുധാകരൻ പറഞ്ഞത്. ഗുണ്ടകൾ അതിന് സമ്മതിച്ചോ ആവോ? എന്തായാലും ഇത്രയും ഗതികേട് പിണറായി വിജയൻ ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം ഗുണ്ടകളോട് പോയി വക്കാലത്ത് ചോദിക്കുകയാണ് ഒരു പിന്തുണയ്ക്ക് വേണ്ടി. സർക്കാരിൻ്റെ ഒരു പദ്ധതിക്ക് നിങ്ങൾ പിന്തുണ നൽകണമെന്ന് പറയാൻ അവരുടെ കാല് പിടിക്കാൻ പോയിരിക്കുന്നു. കെ സുധാകരൻ എംപിക്കെതിരെ വലിയ വിവാദം കത്തി അമരുകയാണ്. സുധാകരനെതിരെ മാത്രമല്ല, ഇതിപ്പോൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വല്ലാതെ പൊള്ളിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ഗുണ്ട നേതാക്കളുമായി കെ സുധാകരൻ ചർച്ച നടത്തിയതാണ് വലിയ വിവാദമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തലയെ പോലും അപമാനിക്കുന്ന തരത്തിലായിപ്പോയി കെ സുധാകരന്റെ പ്രവൃത്തിയെന്ന് വലിയ വിമർശനമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തേക്ക് വന്നതോടുകൂടി പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു വഴിക്കൂടെ ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ നടത്തുമ്പോൾ മറ്റൊരു വഴിക്കൂടെ കോൺഗ്രസ് നേതാവ് ഗുണ്ടകളുടെയും ലഹരി മാഫിയക്കാരുടെയും ഒത്ത നടുക്കിരുന്ന് തൂഫാനെ കുറിച്ച് ചർച്ച നടത്തുന്നു. വല്ലാത്ത സംഗതി തന്നെയായിപ്പോയി ഇതെന്ന് പ്രതിപക്ഷം പൊട്ടിക്കുമ്പോൾ അത് കൃത്യമായി ഭരണപക്ഷത്തിന് കൊള്ളുകയാണ്. ഈ ഒരു ഗതികേടിലേക്ക്, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയുടെ അന്തസത്തയെ പോലും ഹനിക്കുന്ന തരത്തിലായിപ്പോയി കെ സുധാകരന്റെ ഇടപെടൽ. പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് എന്തായാലും ഇത് വഴിവെച്ചിരിക്കുകയാണ്. ഭരണപക്ഷത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രിക്ക് ഇതിൽ ഉത്തരമില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. നിരവധി അക്രമ കേസുകളിൽ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, പ്രമാദമായ തോക്ക് കേസ് പ്രതി റിയാസ്, കൊടും ക്രിമിനൽ പുലി നസീർ, കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ബിലാൽ തുടങ്ങി അധോലോക പശ്ചാത്തലമുള്ള വൻ നിരയായിരുന്നു സുധാകരനോടൊപ്പം വേദി പങ്കിട്ടത്. ലഹരി വിരുദ്ധ യോഗത്തിന്റെ പേരിൽ അധോലോക സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കെ സുധാകരന്റെ നടപടിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ കടുത്ത വിമർശനം പുകയുകയാണ്. ഇത് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കത്തിക്കയറുകയാണ് സുധാകരന് നേരെ. സർക്കാരിനെ പടുകുഴിയിലേക്ക് തള്ളുന്നതായി പോയി സുധാകരന്റെ ഇടപെടലെന്ന് വിമർശനം ഉയരുന്നു. ആഭ്യന്തര വകുപ്പിന് നേരെ ഇപ്പോൾ വലിയ നാണക്കേട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളുടെ കാല് പിടിച്ചിട്ട്, ലഹരി മാഫിയയുടെ കാല് പിടിച്ചിട്ട് തൂഫാൻ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ആഭ്യന്തരമന്ത്രിയെയും പോലീസ് സേനയെ പോലും നാണം കെടുത്തുന്ന തരത്തിലേക്കാണ് കെ സുധാകരന്റെ ഇടപെടൽ വഴിമാറിയത്. പോലീസ് മുക്കിലും മൂലയിലും ലഹരി റാക്കറ്റുകളെ തൂത്തുവാരിപ്പെറുക്കി അകത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ആർജവമുള്ള പോലീസിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പോലീസിന്റെ പ്രവൃത്തിയെ പോലും നാണം കെടുത്തുന്നതാണ് സുധാകരന്റെ ഗുണ്ടാ സംഘങ്ങളുമായുള്ള ചർച്ച. കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഈ വിവാദ യോഗം തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്ന് വ്യക്തമാക്കി എറണാകുളം DCC നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് DCCക്ക് യാതൊരുവിധ മുൻകൂർ അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നാണ് അവർ പ്രതികരിക്കുന്നത്. ക്രിമിനൽ കേസ് പ്രതികളെയും ഗുണ്ടാ നേതാക്കളെയും അണിനിരത്തി നടത്തിയ ഈ കൂട്ടായ്മയുമായി ഔദ്യോഗിക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് എറണാകുളം DCC ഭാരവാഹികൾ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. യോഗത്തിന് മുൻപോ ശേഷമോ തങ്ങളുമായി യാതൊരുവിധ കൂടിയാലോചനയും സുധാകരൻ നടത്തിയിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ ലഹരി വിരുദ്ധ പരിപാടികൾക്ക് ജനകീയ പിന്തുണ ഉറപ്പാക്കുക എന്ന വ്യാജേനയാണ് കൊച്ചിയിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത കുപ്രസിദ്ധ പ്രതികളോട് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ കെ സുധാകരൻ MP പരസ്യമായി ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം വരുന്നത്. എന്നാൽ യോഗത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലായത്. ലഹരി വിരുദ്ധ യോഗത്തിൽ ലഹരിക്കടത്ത്, ക്രിമിനൽ കേസുകളിലെ സ്ഥിരം പ്രതികൾ എങ്ങനെ മുഖ്യ അതിഥികളായി എത്തിയെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്.
കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും MP-യുമായ കെ സുധാകരൻ കൊച്ചിയിൽ പരിഭ്രാന്തി പരത്തിയ വെടിവെപ്പ് കേസ് പ്രതികൾക്കും ഗുണ്ടകൾക്കുമൊപ്പം പരസ്യമായി വേദി പങ്കിട്ടത് എന്തിനാണ് എന്ന ചോദ്യം പാർട്ടി അണികളിൽ നിന്നും ഉയരുന്നുണ്ട്. സംഭവം വലിയ നാണക്കേടായതോടെ ഇത് പാർട്ടി ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗം ആയിരുന്നില്ലെന്നും തികച്ചും വ്യക്തിപരമായ താൽപര്യപ്രകാരം നടന്ന അനൌദ്യോഗിക കൂട്ടായ്മ മാത്രമാണെന്ന് സുധാകരനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്നാൽ ഗുണ്ട നേതാക്കളുമായുള്ള സുധാകരന്റെ അവിശുദ്ധ ബന്ധം ആഭ്യന്തര വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വലിയൊരു നാണക്കേടിലേക്ക് ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് തള്ളിയിട്ടിട്ട് സുധാകരൻ ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും അതൊന്നും ഒരു ന്യായീകരണമേ അല്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടി അത് ഏറ്റവും ഗംഭീരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കൃത്യമായി പറയാനുള്ളത്. അതിന് ഒരു ഗുണ്ടകളുടെയും വക്കാലത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ സർക്കാരിന്റെ പദ്ധതിയോട് പിന്തുണ പ്രഖ്യാപിക്കണം എന്നൊക്കെ ഗുണ്ടകളോട് പോയി പറയാൻ. അതെന്താ, ഇവിടുത്തെ പോലീസ് സംവിധാനത്തോട് കെ സുധാകരന് വിശ്വാസമില്ലേ? രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതോടുകൂടി വലിയ പൊളിച്ചെഴുത്താണ് സേനയിൽ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ കാലത്ത് ഗുണ്ടാ നേതാക്കളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ പോലീസ് തന്നെയാണ് ഇന്നിപ്പോൾ ആർജവത്തോടെ, അതായത് സർക്കാർ മാറിയപ്പോൾ ആർജവത്തോടെ ഈ പറയുന്ന എല്ലാ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ലഹരി മാഫിയ സംഘങ്ങളെയും പിടിച്ചകത്തിട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ മാറിയതോടെ ഈ ലഹരി സംഘങ്ങളും മാഫിയ ഗ്രൂപ്പുകളും എല്ലാം ഒന്ന് വിറച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഗുണ്ടാ സംഘങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധമൊക്കെ അത് തെളിയിക്കുന്ന ചിത്രങ്ങളും കുറിപ്പുകളും എല്ലാം അവർ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മുൻപ് പോലീസ് ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതുപോലെ ഇപ്പോൾ കൊടുക്കുന്നില്ല. കാരണം ചെന്നിത്തല കയറിയതോടെ പോലീസിന് കൃത്യമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഗുണ്ടകൾക്കും മാഫിയകൾക്കും വേണ്ടി പണിയെടുക്കാൻ പോകുന്ന പോലീസുകാർ ആ കുപ്പായം ഇട്ട് കസേരയിൽ ഇരിക്കില്ല എന്ന് കട്ടായം പറഞ്ഞിട്ടുണ്ട് ചെന്നിത്തല. അത്രത്തോളം ആർജവമായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോലീസിനെ പോലും വിശ്വാസമില്ലാത്ത രീതിയിലാണ് കെ സുധാകരൻ ഗുണ്ടകളുടെ മുൻപിൽ വക്കാലത്തിന് പോയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ പരിപാടിക്ക് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കണം, നിങ്ങളുടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലുമൊക്കെ ലഹരി റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് അതെല്ലാം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് പറയാൻ നാണമില്ലേ എന്നാണ് സുധാകരൻ MP-യോട് ചോദിക്കാനുള്ളത്. നിങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി കേരളം പ്രതീക്ഷിച്ചില്ല. കാരണം കെ സുധാകരൻ എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ സിംഗം എന്നൊക്കെയാണ് ഈ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകൾ വാഴ്ത്തിപ്പാടുന്നത്. അതേ സുധാകരനിൽ നിന്നാണ് ഇന്നിപ്പോൾ ചെന്നിത്തലയെ പോലും നാണക്കേടിലേക്ക് തള്ളിയിട്ടുകൊണ്ടുള്ള ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ ഗുണ്ടാ ബന്ധങ്ങളെ കുറിച്ചൊക്കെ പണ്ടും ചർച്ചയാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം വേണമല്ലോ. ഈ ഗുണ്ടാ സംഘങ്ങളെ വെച്ചു വാഴിച്ചതിൽ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ പങ്കുണ്ട്. അത് ഒരു രാഷ്ട്രീയക്കാരെന്നല്ല, ഇടതിനും വലതിനും BJP-ക്കും ഒക്കെ ഈ ഗുണ്ടകളെ വളർത്തുന്നതിൽ വലിയ പങ്കാണുള്ളത്. ഇവരുടെ ഭരണകാലത്ത് ചില ഗുണ്ടാ നേതാക്കന്മാരെ ഒന്നും തൊടാറ് പോലുമില്ല. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് പിണറായി സർക്കാരിന്റെ 10 വർഷ കാലത്ത് ഒരു ഗുണ്ടകളെയും തൊടാൻ പോയിട്ടില്ല. കാരണം തൊടാൻ പോയി കഴിഞ്ഞാൽ അവരൊക്കെ പലതും വിളിച്ചു കൂവും. അതുകൊണ്ട് അവരെ വളർത്തുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആഭ്യന്തര വകുപ്പിൽ ഭരണം മാറിയപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലെത്തുമ്പോൾ ഒരു പൊളിച്ചെഴുത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ലഹരി ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടാലും ഒരു ഇളവും കൊടുക്കണ്ട, മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. അത്രത്തോളം മികച്ച രീതിയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ലഹരിക്കെതിരെ വലിയ ആർജവത്തോടെ പോലീസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുമ്പോൾ അതിനെ എല്ലാത്തിനെയും നാണം കെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ ഗുണ്ടകളുടെ പിന്നാലെ പോയിരിക്കുന്ന കെ സുധാകരൻ എന്ത് മാതൃകയാണ് കാണിച്ചു തരുന്നത്? സുധാകരൻ ആ ദൃശ്യത്തിൽ കണ്ടാൽ മനസ്സിലാകും. ഈ പറയുന്ന ഗുണ്ടകളെല്ലാം അനുസരണയോടെ സുധാകരന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സുധാകരനും ഈ ഗുണ്ടകൾക്കും എന്താണ് ബന്ധം എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുകയാണ്, പ്രതിപക്ഷമല്ല. ജനങ്ങൾ ചോദിക്കുകയാണ് ഈ ഗുണ്ടാ നേതാക്കളുമായിട്ടൊക്കെ. അതായത് ആഭ്യന്തര വകുപ്പ് മഷിയിട്ട് നോക്കിയിട്ട് കിട്ടാത്ത ഗുണ്ടകളൊക്കെയാണ് ഇവർ. അവരൊക്കെ കെ സുധാകരന്റെ ഒരു ഫോൺ കോളിൽ കൊച്ചിയിലേക്ക് പറന്നെത്തിയത്. അപ്പോൾ അത്രയ്ക്ക് ബന്ധമുണ്ട് എന്നല്ലേ അത് തെളിയിക്കുന്നത്? ഈ ഗുണ്ടകളോടും മാഫിയ സംഘങ്ങളോടും
ഒരു ടോളറൻസും കാണിക്കില്ല എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുമ്പോൾ അതിന് നേർവിപരീതമാണ് ഭരിക്കുന്ന പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലെ ഒരു മുതിർന്ന നേതാവ് കാണിക്കുന്നത്. സർക്കാരിലും ആഭ്യന്തര വകുപ്പിലും ഇവിടുത്തെ പോലീസ് സേനയിലും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ കെ സുധാകരൻ ഈ പറയുന്ന ഗുണ്ടകളോട് ഇരക്കാൻ പോയിരിക്കുന്നത് സർക്കാരിൻ്റെ പദ്ധതിക്ക് വേണ്ടി. ഇതിലും വലിയ നാണക്കേട്, ഭൂലോക നാണക്കേട് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ജനങ്ങൾ ആഭ്യന്തര മന്ത്രിക്കും പോലീസിനും തൂഫാൻ എന്ന പദ്ധതിക്കും കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മടല് വെട്ടി അടിക്കുന്ന പണിയാണ് സുധാകരൻ കാണിച്ചിരിക്കുന്നത്. ചെന്നിത്തല കട്ടക്കലിപ്പിലാണ് സുധാകരനോട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ഗുണ്ടകളുമായിട്ട് ബന്ധമുള്ള കെ സുധാകരനെ ആദ്യം പിടിച്ച് തൂക്കി അകത്തിടണമെന്നാണ്. അതിനുള്ള ആർജവം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ചോദിക്കുന്നു, CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ ചോദിക്കുന്നു. അവർക്കൊരു ആയുധം ഇട്ട് കൊടുത്തിരിക്കുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, അതിന് ഇവിടെ ഗുണ്ടകളുടെ പിന്തുണ ആവശ്യമില്ല. ജനപങ്കാളിത്തത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് ആ പദ്ധതി വെടിപ്പായി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിന് ഗുണ്ടകളെ സംരക്ഷിക്കാനല്ല നേരം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതിക്ക്, ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതിക്ക് ഗുണ്ടകളുടെ പിന്തുണ ഇവിടെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഗുണ്ടകളെയും ഭരണത്തോട് അടുപ്പിക്കുകയും ചെയ്യേണ്ട. ആഭ്യന്തര വകുപ്പ് കൃത്യമായി മുന്നോട്ട് പോകണം. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ച പിഴവുകൾ, പോലീസ് സേന വലിയ നാണക്കേടിൻ്റെ വക്കിലേക്ക് എത്തിയ കാലഘട്ടമായിരുന്നു അത്. പോലീസുകാർക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ആരോപണങ്ങൾ ഇക്കാലത്തെങ്കിലും ഉണ്ടാകരുത്. പോലീസിനെ അവരുടെ പണിയെടുക്കാൻ നിങ്ങൾ അനുവദിക്കണം. സർക്കാരിനോട് അത് മാത്രമാണ് പറയാനുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ടവരാണ് പോലീസുകാർ. അല്ലാതെ ഗുണ്ടകൾക്ക് സംരക്ഷണം ഒരുക്കാനല്ല ഇവിടുത്തെ പോലീസ് സംവിധാനമുള്ളത്. ഒരു ഗുണ്ടകളുടെയും കാൽച്ചുവട്ടിലേക്ക് പോലീസ് സേനയെ കൊണ്ട് കെട്ടാൻ അനുവദിക്കില്ല എന്ന് ജനങ്ങൾ കട്ടായം പറയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ എന്തെങ്കിലും നീക്കങ്ങളിൽ ഇതുപോലെയുള്ള ഗുണ്ടാ സംഘങ്ങളുമായി, എന്തിന് പോലീസുകാർ ഇനി ഗുണ്ടകളുടെ പിന്നാലെ നടക്കുന്ന ഒരു സമീപനം ഉണ്ടായാൽ പോലും ജനങ്ങൾ അതിനെ പച്ചയ്ക്ക് കാർക്കിച്ച് തുപ്പും. ആഭ്യന്തര മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും. ജനം ആഭ്യന്തര മന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടും. അതുകൊണ്ട് അത്തരം പ്രവണതകൾ ഉണ്ടാകാതിരിക്കാനാണ് ചെന്നിത്തല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിലാണ് ആ പദ്ധതി പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഈ പാർട്ടിക്കാർ അത് കുളമാക്കാതിരുന്നാൽ മതി. ഈ നേതാക്കൾ ഇത്തരത്തിലുള്ള പണി കാണിച്ച് ആ പദ്ധതിയെ വെറുതെ നാണം കെടുത്തരുത്. ആഭ്യന്തര മന്ത്രിയുടെ ഊർജം കളയരുത്. ഓപ്പറേഷൻ തൂഫാനിൽ ഓരോ ദിവസവും അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ പറയുന്ന മാരക ലഹരി മരുന്നുകളുമായി ഓരോരുത്തരെ തൂക്കിയെടുക്കുകയാണ് പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ എറണാകുളം റൂറൽ ജില്ലയിൽ ആകെ 80 കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 85 പേരാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ 5 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോലീസ് കയറാൻ മടിച്ച ഇടങ്ങളിലൊക്കെ ഇന്നിപ്പോൾ പോലീസുകാർ കയറുന്നുണ്ട്, റെയ്ഡുകൾ നടത്തുന്നുണ്ട്, അറസ്റ്റുകൾ നടത്തുന്നുണ്ട്. സ്പാകളിലും ഹോട്ടലുകളിലും ഒക്കെ കയറി ഇറങ്ങുകയാണ് പോലീസ്. രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ വേട്ടയെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയയുടെ അന്താരാഷ്ട്ര കണ്ണികളെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയെന്നാണ് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും തുടരന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരിക്കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളുടെ ഏകോപനത്തോടെയുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂലൈ 2ാം വാരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ DGPമാരുടെ പ്രത്യേക യോഗം ചേരുമെന്നും പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ലഹരിക്കടത്തിന്റെ പ്രധാന കേന്ദ്രം ബംഗളൂരുവാണെന്നും മസ്കറ്റിൽ നിന്നും വന്നവർ ലഹരി കടത്തിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് DGP പറഞ്ഞത്. ആന്ധ്ര ഒറീസ അതിർത്തിയിൽ നിന്നാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്ര പോലീസ് മേധാവിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും കൂടാതെ തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് മാഫിയകളുമായി പ്രതികൾക്കുള്ള ബന്ധം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ മറ്റ് അന്വേഷണ ഏജൻസികളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ലഹരി വിപത്തിനെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ബോധവൽക്കരണം ശക്തമായി നടത്തുന്നുണ്ടെന്നും DGP കൂട്ടിച്ചേർത്തു. ഈ ഒരു രീതിയിൽ മികച്ച രീതിയിലാണ് ആ പദ്ധതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ അന്വേഷണം ഒരാൾ പിടിയിലാകുമ്പോൾ അയാളുടെ ഒപ്പം പ്രവർത്തിക്കുന്നവർ, അതായത് ഈ ക്യാരിയർമാർ പിടിക്കപ്പെടുമ്പോൾ മറ്റ് ക്യാരിയർമാരെക്കുറിച്ചും അതിൻ്റെ ഏജന്റിലേക്കും ഉൾപ്പെടെ അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട്.
ഓരോ ദിവസവും ഈ വിഷയത്തിൽ അറസ്റ്റ് നടക്കുന്നുണ്ട്. എന്നാൽ അതിനെ തകിടം മറിക്കുന്ന ഒരു നടപടിയായി പോയി ഈ പറയുന്ന സുധാകരനിൽ നിന്ന് ഉണ്ടായത്. പാർട്ടിക്കാർ കടുത്ത വിമർശനം ഇപ്പോൾ സുധാകരന് നേരെ ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ മുഖ്യമന്ത്രിയും കട്ടക്കലിപ്പിലാണ് സുധാകരനോട്. ചെന്നിത്തലയും സുധാകരനെ വിമർശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഒന്ന് ഓർത്തു നോക്കുക, കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ഈ ഗുണ്ട നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി വട്ടത്തിലിരുത്തി വലിയ ചർച്ചയാണ്. സുധാകരനെ പോലെയുള്ള ഒരു നേതാവിൽ നിന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് സർക്കാരിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള ബോധമെങ്കിലും കെ സുധാകരൻ ഉണ്ടാകണമായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കിയിരിക്കുകയാണ്. ലഹരി സംഘങ്ങളുമായും ഗുണ്ടാ ബന്ധങ്ങൾ ഉള്ളതുമൊക്കെ UDF-കാർക്കാണെന്ന് അവർ കൃത്യമായി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നത് പോലീസ് അല്ല എന്നും ആഭ്യന്തര മന്ത്രി അല്ല എന്നും ഇവിടുത്തെ ഗുണ്ടകളാണെന്നും പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നു. എന്തായാലും വലിയൊരു നാണക്കേടിന്റെ വക്കിലേക്കാണ് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും കെ സുധാകരൻ കൊണ്ട് നിർത്തിയത്. ഇവിടെ ഒരു ഗുണ്ടകളുടെയും വാഴ്ച അനുവദിച്ചു കൊടുക്കരുത് എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്. ഈ സർക്കാരിൽ ആർക്കെങ്കിലും, രാഷ്ട്രീയക്കാരിൽ ആർക്കെങ്കിലും ഈ പറയുന്ന ഗുണ്ടാ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെ തൂക്കണം.